ശംസായിരിക്കട്ടെ. നമ്മൾ ഈ ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത എന്ന പരമ്പരയുടെ 26ാമത്തെ ഭാഗത്തേക്ക് പ്രവേശിക്കുമ്പോൾ ധ്യാന വിഷയമാക്കുന്നത് ആ ബാലികയായ കന്യാമറിയത്തിൻ്റെ ദേവാലയത്തിൽ യോവാക്യമും അന്നയും കൂടി സമർപ്പിക്കുന്ന ആ രംഗത്തെക്കുറിച്ചാണ്. തങ്ങളുടെ ഹൃദയത്തെ തന്നെയാണ് സമർപ്പിക്കുന്നത്. യോവാക്യമും അന്നയും ആ ദേവാലയത്തിൽ വെച്ചൊരു വ്രതം ചെയ്തിരുന്നു. ജനിക്കാൻ പോകുന്ന ശിശു ദൈവത്തിൻ്റെ തന്നെ ആയിരിക്കും. ആ വ്രതത്തിൻ്റെ ഒരു പൂർത്തീകരണം പോലെ 3 വയസ്സായ ആ കുഞ്ഞുമേരിയെ അവർ ജെറുസലേം ദേവാലയത്തിൽ സമർപ്പിക്കുകയാണ്. ആ സമർപ്പണം നമ്മൾ കാണുന്നത് ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത എന്ന ബുക്കിൻ്റെ 1-ാം വാല്യത്തിലെ 8-ാമത്തെ അധ്യായത്തിലാണ്. വാർദ്ധക്യത്തിൽ ആയിരിക്കുന്ന യോവാക്യമും അന്നയും ഈ സംഭവത്തോടെ കൂടുതൽ വാർദ്ധക്യം, കൂടുതൽ യോവാക്യമിനെ കുറിച്ച് പറയുന്നത് അവനൊരു 20 വയസ്സ് പ്രായം കൂടിയ കുഞ്ഞു പിടിച്ച ഒരു അനുഭവം. രണ്ടുപേരും കരയുന്നുണ്ട്. ആ ഉണ്ണിമേരിയെ നടുക്ക് നിർത്തി രണ്ടുപേരും പോകുമ്പോൾ അവർ കരയാതിരിക്കാൻ ശ്രമിക്കുന്നെങ്കിലും, അവരുടെ മുഖം മറയ്ക്കാൻ ശ്രമിക്കുന്നെങ്കിലും താഴെ നിന്ന് മേരി എല്ലാം കാണുന്നുണ്ട്. അവൾക്കും ദുഃഖമുണ്ട്. കാരണം 3 വർഷം വരെ അവളെ എല്ലാം തന്ന് പരിപാലിച്ച, പക്ഷെ മറ്റെന്തോ ഒരാകർഷണം, ഒരു വിളി അവളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അനുഭവിക്കുന്നു. അതുതന്നെ യോവാക്യമും അന്നയ്ക്കും അനുഭവിക്കുന്നു. അവർ എലിസബത്തിനോട് പറയുന്നുണ്ട്, എബ്രഹാം സമർപ്പിച്ച ആ ബലി പോലെ ഞങ്ങൾക്കും ദുഃഖമുള്ള ബലി തന്നെയാണ്. പക്ഷേ എബ്രഹാത്തിന് പകരം കിട്ടി. അത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. ഞങ്ങൾ പൂർണ്ണ മനസ്സോടെ ദൈവത്തിന് തന്നെ സമർപ്പിക്കുന്നു, നന്ദിയോടെ സമർപ്പിക്കുന്നു. 3 വർഷത്തോളം അപ്പ അമ്മ എന്നൊക്കെ വിളിക്കുവാൻ ഞങ്ങളെ അനുവദിച്ചതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. അങ്ങനെയാണ് അവർ ദേവാലയത്തിലേക്ക് പോകുന്നതിന് മുമ്പ് എലിസബത്തിനെയും സക്കറിയായെയും കാണുന്നുണ്ട്. അവരുടെ ദുഃഖം ഒരു ദുർവ്യാഖ്യാനം നടത്തരുതെന്നുള്ള വിശ്വാസത്തിൽ അന്ന പറയുന്നുണ്ട്, ഞാൻ മനസ്സില്ലാതെ ഇഷ്ടമില്ലാതെയാണ് സമർപ്പിക്കുന്നതെന്ന് വിചാരിക്കരുത്. ഞാൻ പൂർണ്ണ മനസ്സോടെ തന്നെയാണ് സമർപ്പിക്കുന്നത്. പക്ഷേ അവളെ ഇനിയും ഒരുപക്ഷെ ഞാൻ ഒരിക്കലും കാണുകയുണ്ടാവില്ല. അവൾക്ക് വേണ്ടി എല്ലാ സമയവും ഈ ദിവസത്തിന് വേണ്ടി ഏറ്റവും സുന്ദരമായി അവളെ ഒരുക്കി. അതുമാത്രമല്ല, ഇനിയും ചെന്ന് കഴിഞ്ഞാൽ അവളുടെ വിവാഹത്തിന് വേണ്ടിയുള്ള വസ്ത്രങ്ങൾ പോലും എൻ്റെ ആ കാഴ്ചയില്ലാത്ത കണ്ണുകൾ കൊണ്ട് തയ്ച്ച് അവൾക്ക് വേണ്ടി ഞാൻ ഒരുക്കും. അത്രമാത്രം സ്നേഹത്തോടെയുള്ള ഒരു കൊടുക്കൽ. അപ്പോൾ എലിസബത്ത് പറയുന്നുണ്ട്, നിന്റെ ഈ ദുഃഖത്തിൻ്റെ സമയത്ത് പോലും ചലിക്കാത്ത ആ വിശ്വാസം ദൈവത്തെ എങ്ങനെ കൂടുതൽ സ്നേഹിക്കണം എന്ന് ഞങ്ങളെ പഠിപ്പിക്കുകയാണ്. ആ ഒരു അനുഭവമായിരുന്നു എലിസബത്തും ഉണ്ടായിരുന്നത്. അവർ അവിടെ നിന്ന് ദേവാലയത്തിലേക്ക് വീണ്ടും പോവുകയാണ്. ദേവാലയത്തിൻ്റെ ആ വാതിലിന് മുമ്പിലെത്തുമ്പോൾ ഉള്ളിൽ നിന്ന് ആ കറങ്ങുന്ന വാതിൽ മുഴക്കത്തോടെ ഒരു വെള്ളിക്കാഹള നാദത്തിൻ്റെ ആ ചിലക്കലോടെ അത് തുറക്കുകയാണ്. തുറന്ന് വരുമ്പോൾ മഹാപുരോഹിതനും മറ്റുള്ള ആൾക്കാരും കൂടി അവരെ സ്വീകരിക്കുവാൻ വേണ്ടി വരുന്നു. അക്കൂട്ടത്തിൽ അന്നയുമുണ്ട്. അവളെ അവിടെ
അധ്യാപികയായിരിക്കുന്ന അന്ന, അവളെ ദേവാലയത്തിൽ സമർപ്പിച്ചപ്പോൾ ആ ശമയോന്റെ കൂടെ ഉണ്ടായിരുന്ന വിധവയായ അന്ന, ആ അന്ന അവളുടെ അധ്യാപികയായിട്ട് മാറുകയാണ്. പുരോഹിതൻ അവളെ കണ്ട് പുഞ്ചിരിക്കുന്നു. കാരണം ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ആ ദേവാലയത്തിൽ സമർപ്പിച്ച ഏറ്റവും നല്ല ഒരു പെൺകുട്ടി, ഒരേ ഒരു പെൺകുട്ടി, അവളെയാണ് ആ പുരോഹിതൻ ഒരുപക്ഷെ ഭാവി വാഗ്ദാനമായിട്ട് കാണുന്നത്. ആ പുരോഹിതൻ ചോദിക്കുന്നുണ്ട്, നീ ദേവാലയത്തിൽ സമർപ്പിക്കുമ്പോൾ ഈ ചെയ്യുന്ന വ്രതം, അതിനെക്കുറിച്ച് നിനക്കറിയാമോ? അവള് വളരെ സന്തോഷത്തോടെ പറയുന്നു, ഞങ്ങൾക്കറിയാം, എനിക്കറിയാം. അവളുടെ ആത്മവിശ്വാസത്തിൻ്റെ ഒരു ശബ്ദമാണ് അവിടെ കേൾക്കുന്നത്. അതുകൂടാതെ അവള് യോവാക്യമിനും അന്നയോടും പറയുന്നുണ്ട്, എന്നെ ഒന്ന് അനുഗ്രഹിക്കൂ, അനുഗ്രഹം എനിക്ക് പൂർണ്ണമായി തരൂ. അങ്ങനെ ആ അനുഗ്രഹം അവള് ചോദിച്ചു വാങ്ങിക്കുകയാണ്. അനുഗ്രഹത്തിൻ്റെ സമയത്ത് അവൾ കരയുന്നില്ല, പക്ഷെ അവളുടെ ചുണ്ട് വിറയ്ക്കുന്നുണ്ട്, അവളുടെ ശബ്ദം ഇടറുന്നുണ്ട്. പക്ഷെ അവള് അതിസുന്ദരമായ ആ സമർപ്പണം, പുരോഹിതൻ അവളോട് പറയുന്നുണ്ട്, നീ ആ വാഗ്ദാനത്തിൽ ഉറച്ചു നിൽക്കുന്നെങ്കിൽ അകത്തേക്ക് പ്രവേശിക്കുക. അങ്ങനെ അവൾ അകത്തേക്ക് പ്രവേശിക്കുന്നു. അപ്പോൾ പുരോഹിതൻ പറയുന്നു, എൻ്റെ സാന്നിധ്യത്തിൽ നിരന്തരമായിരിക്കുക, പൂർണ്ണതയിൽ വളരുക. ഇതുതന്നെയാണ് ഈശോ ഒരു ചെറിയ വ്യത്യാസത്തോടെ ആ മരിയ വാൾത്തോർത്തായോടും മരിയ വാൾത്തോർത്തായിൽ കൂടി നമ്മളോടും പറയാൻ ആഗ്രഹിക്കുന്നത്. ആ പൂർണ്ണതയിൽ സ്നേഹിക്കുക, പൂർണ്ണതയിൽ ഔദാര്യമുള്ളവളായി മാറുക, പൂർണ്ണതയിൽ സഹനത്തെ സ്വീകരിക്കുക. നമ്മുടെ ജീവിതവും ഒരുപക്ഷെ ചെറിയ ചെറിയ ബലികൾ, ആ പൂർണ്ണതയിൽ സമർപ്പിക്കുന്ന സ്നേഹത്തിൻ്റെ പ്രവൃത്തികൾ, ആ വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടിയുള്ള പൂർണ്ണതയ്ക്ക് വേണ്ടിയുള്ള ബലികൾ, ഇതെല്ലാം സഹനത്തിലും ബുദ്ധിമുട്ടിലുമെല്ലാം നമ്മളിൽ നിന്നും കർത്താവ് പ്രതീക്ഷിക്കുന്നു. ആ സമർപ്പണം, ചെറിയ ചെറിയ സമർപ്പണം, സഹനത്തിൻ്റെ സമർപ്പണം എല്ലാം കർത്താവിൻ്റെ ആ രക്ഷാകര ദൗത്യത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറട്ടെ.